അതൊരു ടാഗ്. അത് കീച്ചൈനാന്ന് അങ്ങനത്തെ ഒരു സാധനം. അടിപൊളി കേട്ടോ, ഇത് അടിപൊളി. ഒരു കാര്യം മനസ്സിലായി, പുതിയതാണ് കേട്ടോ എല്ലാം. അതെ അതെ, എല്ലാം പുതിയ ഷർട്ട്, പുതിയ നിക്കറ്. ബിന്നി ചേച്ചി ഉണ്ട് പറഞ്ഞേനെ, അയ്യോ എനിക്ക് ഈ ഡ്രസ് മക്കളെ എന്തോ വിശേഷം എന്തെങ്കിലും ഉണ്ടോ? പുതിയ തല്ല് കിട്ടിയോ? ഇല്ല. ഇല്ല, ഇല്ല, പുതിയൊന്നും കിട്ടിയില്ല. പുതിയതൊന്നും തല്ലും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? പൂ കുങ്കുമപ്പൂ. ഓ അങ്ങനെയല്ല, കുങ്കുമപ്പൂ അങ്ങനെയല്ലേ കറക്റ്റ്? ഇനി എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. ആരാ എഴുതിയ, ആരാ മ്യൂസിക് ചെയ്തേ, ഹെൽപ്പ് ചെയ്യണോ? ഹെൽപ്പ് ആരാ ചെയ്യണോ? പാടിയത്? വേണം വേണം. ഹെൽപ്പ്, പൈസ തന്നാ ഹെൽപ്പ് ചെയ്യാം. ഒരെണ്ണത്തിന് 10 രൂപ വെച്ച് തന്നാ മതി. ആ ഓക്കെ. മ്യൂസിക് ലിറിക്സ് പടം പറഞ്ഞു. സിനിമയുടെ പേരെന്താ? സിനിമയുടെ പേര് പറയാം. 10 രൂപയാണ്. രസതന്ത്രം. 10 രൂപ പോയി. പിന്നെ മ്യൂസിക് ഡയറക്ടർ 10 രൂപയ്ക്ക് 10 രൂപ പറഞ്ഞു. നമ്മൾ ഷെയർ ചെയ്യാം. ഇളയ റാസ. അപ്പൊ എഴുതിയതാരാ? 10 രൂപ. 10 രൂപ. 30 രൂപ വന്നു. ഇതും ഷെയർ ചെയ്യണോ? ഷെയർ ചെയ്യാം. ഷെയർ ചെയ്. ഞാൻ ഗിരീഷ് എന്ന് പറയാം. പുത്ത ഗിരീഷ് പുത്ത ജെരി. അപ്പൊ 3 ആയിട്ട് തിരിക്കും. 30 പാടിയതാരാ? കെ ജെ എ ഷു ദ സ്. നല്ല കളി. ആ, ദാസ് ഒക്കെ അത് correct ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ 40 രൂപയില് നമ്മള് ശരി. അപ്പൊ എന്തായാലും 100 രൂപ. അതെ, അതെ. അപ്പൊ ആരെ കൂടെ വന്നിരിക്കുന്നേ? ആരാ വന്ന മോടെ കൂടെ? ആര് വന്നിരിക്കുന്നേ? ആ അച്ഛനും ആ ആന്റിയും ആ. മണിയല്ലമ്മയും. മണിവല്യമ്മയോ? ആ. അപ്പൊ എല്ലാരും ഓരോ 100 രൂപ വെച്ച് എടുത്തു വെച്ചു. അല്ല, ഇതിൽ ആരുടെയിലും കയ്യില് കാശ് ആരുടെയിലും ഉണ്ടാവാ? അമ്മയുടെ അച്ഛന്റെ കയ്യിലായിരിക്കും. ഇല്ല. പിന്നെയോ? അച്ഛൻ്റെ ഇല്ലേ ഇല്ല. എന്നാ അമ്മയുടെ കയ്യിലായിരിക്കും. ഇല്ല. എന്നാ വല്യമ്മയുടെ കയ്യില്. ഇല്ല. എന്നാ മണിവല്യമ്മയുടെ കയ്യില്. ഇല്ല. അയ്യോ, അവളുടെ പൈസ ആർക്കും ആ. അതാണ്. എന്തായാലും നല്ലൊരു പാട്ടുകാരിയാണ്. ഇപ്പൊ തന്നെ എത്ര, 5 വയസ്സായോ 6 വയസ്സോ എത്രയാണ്? 6 വയസ്സ്. 6 വർഷമായി ഈ ഭൂമിയിൽ വന്നിട്ട്. അത്രേ ആയുള്ളൂ. ഇനി എത്ര വർഷം കിടക്കുന്നു? കൊറേ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ ആരാ? അതെ. ഒരു ശ്രേയാ ഘോഷലോ ജാനകി അമ്മയോ അങ്ങനെ പലരുണ്ട്. ആജിയോ ആശാജിയോ ആശാജിയോ. ആരാവണം, ആരെ പോലെ ആവണം. ആരാവാൻ ആഗ്രഹം? വലുതാവുമ്പോ? ആണോ? എടാ നീ എല്ലാരും കണക്കെ. അപ്പൊ എല്ലാരെ പോലെ ആകണം എന്ന് പറയുമ്പോ ആരെങ്കിലും ആകും. അതെ, അത് മതി മോളെ, കുഴപ്പമില്ല. എന്തായാലും 100 രൂപ പിൻവലിച്ചിരിക്കുന്നു. ഇതൊക്കെ മത്സരം കഴിഞ്ഞ് പോയിട്ട് വലുതായി 10-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ 2-3 ജഡ്ജസ് ഉണ്ടായിരുന്നല്ലോ, നമ്മളെ കാണാൻ വരും. അപ്പൊ നമ്മളെ പല്ലുണ്ടാവില്ല അല്ലെ? എങ്ങനെ നീ ആയിരുന്നല്ലേ? ഓ അന്ന് മറ്റേ ലിറ്റിൽ ഏഞ്ചൽ. അല്ല, ഒരു 25 വർഷം കഴിഞ്ഞ് അങ്ങനെ ആവും. അപ്പൊ അത്രയും പ്രായമായി ഇപ്പൊ. അത്രയാവില്ലടാ, ഒരു 45. സ്വയം ഭാരം. അല്ല, അങ്ങനെയൊക്കെ പോണെങ്കിൽ ഇപ്പൊ പ്രായമായി കാണും. അങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് എന്നെ അറിയാലോ, എന്റെ പ്രായം മാറുന്നില്ലല്ലോ അല്ലേ? ആരുടെ ഒരു ഡയലോഗ് പോലെ ഡയലോഗ് കൂടെ എവിടെയോ കേട്ട പോലെ. ഞാനൊന്നും പറയുന്നില്ല. എന്തൊക്കെയുണ്ട്? നല്ലത് തന്നെ. അല്ലെ, നല്ലതൊന്നും അത് സുഖമെന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തെ. വിശദമായിട്ട് പറയണം. നീട്ടി പറയണം. ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. നാട്ടിൽ ചെന്നിട്ട് എനിക്ക് കൊറേ സ്വീകരണമൊക്കെ കിട്ടി. സ്വീകരണോ? ആഹാ. എങ്ങനെയായിരുന്നു സ്വീകരണം? സ്വീകരണം ഈ ട്രോഫി തന്ന് അങ്ങനെയൊക്കെ ട്രോഫി തരും. സ്വീകരിക്കില്ലേ, ആ. അതുപോലെ. ഫ്ലക്സ് വെച്ചോ? ഓ, എത്ര എണ്ണം വെച്ചു? അതുണ്ടല്ലോ. മീനുട്ടി ചേച്ചിക്ക് അറിയോ? ഇല്ല. ഓരോ ആൾക്കാരും ഓരോരോ ഫ്ലെക്സാ. അപ്പൊ ഏകദേശം 400 ഗ്രാമത്തിലുള്ള ഓരോ ആൾക്കാരും. ഏത് നാട്? പേരാമ്പ്ര, കോഴിക്കോട് പേരാമ്പ്ര. സ്നേഹമുള്ള തമ്പ്ര, അതെല്ലാവർക്കും അറിയാം തമ്പ്ര. പിന്നെ ഉണ്ടല്ലോ, നിങ്ങളോട് 3 എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണ് എന്താ റിക്വസ്റ്റ്? അറിയോ? എന്റെ കോഴിക്കോട് പേരാമ്പ്രയുള്ള എല്ലാവർക്കും വേണ്ടിട്ട് ഒരു വലിയ ഹായ് ഹായ് ഹായ്. 3 പേരല്ലേ വേണ്ടോ? ആ 3 പേര്. നമ്മളെ ഹായ് മേടിക്കില്ലേ? നമ്മളെ മേടിക്കും. എന്നാ നമുക്കും പറയാം. ഞങ്ങളുടെ ഹായ്ക്ക് എന്താ വലിയ കുഴപ്പമുണ്ടോന്ന്? ചേട്ടനും മീനോട്ടി ചേച്ചി പറഞ്ഞോ. പറഞ്ഞോ, കുഴപ്പമില്ല. വേണമെങ്കിൽ പറഞ്ഞോളെ. പേരാമ്പ്രയുള്ള എല്ലാവർക്കും, അതെ. സകല ആൾക്കാർക്കും ഒരാളെ വിടാണ്ട്, ഒറ്റ ആളെയും വിടാണ്ട് വലിയൊരു ഹായ്. ഹായ്. അവിടെ ഏതൊരു ചേട്ടന് വിട്ടുപോയി. ആ ചേട്ടന് ഞങ്ങളുടെ വക ഒരു ഹായ്. ഉദ്ഘാടനം ഫ്ലക്സ്, അത് കഴിഞ്ഞ് ഉദ്ഘാടന ഫ്ലക്സ് ഇതൊക്കെ ഉള്ളു. മടുത്തുപോയില്ലേ? സ്കൂളിൽ പോയില്ല? സ്കൂളിൽ പോയി, ഉം. പക്ഷേ ക്ലാസ് ഒന്നും ഫാൻസ് കാരണം പഠിക്കാനുള്ള അല്ലേ? അതെ, അറ്റൻഡ് ചെയ്യാൻ എല്ലാരും പറ്റില്ല ക്ലാസ് ഒന്നും. ഫാൻസിന്റെ ഒരു പ്രളയമാണ്. അതെ. ഫാൻസ് ശല്യമാവുന്നുണ്ടോ മോനെ? ഇങ്ങനെ ശല്യം പിള്ളേര് വന്ന് ഇപ്പോൾ ഫ്ലവേഴ്സിൽ എന്ത്, ടോപ്പ് സിംഗറിൽ എന്താ വിശേഷം,
അതെങ്ങനെ ഇതെങ്ങനെയെന്ന് ചോദിക്കുവോ റിമാൻഡ് എന്ത് ചെയ്യുന്നു അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? റിമൈൻഡിയാ എന്റെ കമന്റ് ബോക്സിൽ ഫുള്ള് നിങ്ങളെ പറ്റിയാ. ഷോ, എന്താണ് നല്ലതൊക്കെ തന്നെയാണോ? നല്ലത് മാത്രം പറ. റിമി ചേച്ചിയെ പറ്റിയ full. പറയണ്ടാവും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.